കരുവന്നൂർ സർവീസ് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥികൾ നോമിനേഷൻ നൽകി. അഡ്മിനിസ്ട്രേറ്റീവ് ഭരണത്തിലായിരുന്ന ബാങ്കിൽ 5 വർഷത്തിന് ശേഷമാണ് തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. നിതിൻ തോമസ് ചേരുന്നുണ്ട്. നിതിൻ, അങ്ങനെ വിവാദ ചുഴിയിലായിരുന്ന ഒരു ബാങ്കിൽ തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ വലിയ കൗതുകമാണ് രാഷ്ട്രീയമായി നിൽക്കുന്നത്. നടപടികൾ എങ്ങനെയാണിപ്പോൾ തുടരുന്നത്? ഇപ്പോൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച സ്ഥാനാർത്ഥികൾ ആരൊക്കെയാണ്? മാസം 22-ാം തീയതിയാണ് കരുവന്നൂർ സഹകരണ ബാങ്കിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. നമുക്കെല്ലാം അറിയാവുന്നതുപോലെ പ്രജീഷ് പറഞ്ഞതുപോലെ തന്നെ ഏറെ കോളിളക്കം ഉണ്ടാക്കിയ കരുവന്നൂർ സഹകരണ ബാങ്ക് അവിടേക്ക് വീണ്ടും 5 വർഷങ്ങൾക്ക് ശേഷമാണ് ഇത്തരത്തിലൊരു തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. 13 സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ് ഈ 22-ാം തീയതി നടക്കാൻ പോകുന്നത്. അത്തരത്തിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഒരു കോൺഗ്രസ് മത്സരിക്കില്ല എന്നുള്ള കാര്യം നേരത്തെ തന്നെ DCC പ്രസിഡന്റ് അറിയിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം DCC പ്രസിഡന്റ് മാധ്യമങ്ങളെ വിളിച്ചുകൂട്ടി ഞങ്ങൾ കരുവന്നൂർ സഹകരണ ബാങ്കിന്റെ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കുകയാണ് എന്നുള്ള കാര്യം അറിയിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇന്ന് LDFന്റെ സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക നൽകിയിരിക്കുന്നത്. ഇനി തുടർന്ന് മുന്നോട്ട് BJPയും ഇന്ന് അല്ലെങ്കിൽ നാളെ തന്നെ ഈ തെരഞ്ഞെടുപ്പ് പത്രിക നാമനിർദ്ദേശ പത്രിക നൽകുമെന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. 13 സീറ്റുകളിലേക്കാണ് മത്സരം. മാടായിക്കോണം, മാപ്രാണം സൗത്ത്, മാപ്രാണം നോർത്ത്, തളിയക്കോണം, കൊറത്തിശ്ശേരി, മൂർക്കനാട് എന്നീ 6 ഡിവിഷനിലും അതുകൂടാണ്ട് 2 സംവരണ സീറ്റുണ്ട്. ഒരു പട്ടികജാതി സംവരണമുണ്ട്. 40 വയസ്സിന് താഴെയുള്ള ഒരു വനിത, 40 വയസ്സിന് താഴെയുള്ള ഒരു ജനറൽ, ഒരു നിക്ഷേപകൻ എന്നിങ്ങനെ 13 ഡയറക്ടർമാരെയാണ് ഈ കരുവന്നൂർ സഹകരണ ബാങ്കിലേക്ക് തെരഞ്ഞെടുക്കേണ്ടത്. അത്തരത്തിൽ 13 സീറ്റുകളിലേക്കും LDF പൂർണ്ണമായിട്ടും ഇപ്പോൾ നാമനിർദ്ദേശ പത്രിക നൽകിയിരിക്കുകയാണ്. 5 വർഷത്തിന് ശേഷമാണ് ഇത്തരത്തിലൊരു തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കുമെന്നുള്ള നിലപാടിൽ തന്നെയാണ്. BJP ഇനി ആരൊക്കെ ഈ നാമനിർദ്ദേശ പത്രിക നൽകുമെന്നുള്ള കാര്യം കൂടെ ഇനി അറിയാനുണ്ട്.